സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ എന്ന്. ഈ നിന്റെ മകൻ ആരുടെ മുതലാണ് തിന്നുകളഞ്ഞത്? നമ്മുടെ മുതൽ ആണോ? നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ നിന്റെ അനുജനല്ലേ? നിന്റെ അനുജനല്ലേ? നീയും അവൻ്റെ മകനല്ലേ? എന്താണ്? മൂത്ത മകൻ പിതാവിൻ്റെ പുത്രനാണെങ്കിൽ ഇളയ പുത്രൻ ആരാണ്? നിന്റെ മകനെന്നാണ് പറഞ്ഞത്, അനുജനെന്ന് പറഞ്ഞില്ല. ഈ നിന്റെ മകനെന്നാണ് പറഞ്ഞത്. ആ മകൻ പിതാവിനോടൊപ്പം ഇരുന്നിട്ട് എന്താണ് പഠിച്ചത്? മൂത്തപുത്രൻ പിതാവിനോടൊപ്പം വസിച്ചിട്ട് എന്താണ് ശീലിച്ചത്? പിതാവിന്റെ മനസ്സ് എങ്ങനെയായിരിക്കുന്നു? ഈ മൂത്ത പുത്രന്റെ മനസ്സ് എങ്ങനെയായിരിക്കുന്നു? പിതാവ് സ്നേഹിക്കുമ്പോൾ, പിതാവ് ക്ഷമിക്കുമ്പോൾ, ഈ മൂത്തപുത്രന്റെ മനസ്സ് നോക്കൂ. ഈ മകൻ പിതാവിനോടൊപ്പമായിരുന്നു, പിതാവിന്റെ കൂടെ തന്നെയായിരുന്നു. എന്നാൽ സ്നേഹിക്കുന്ന മനസ്സവനില്ല, ക്ഷമിക്കുന്ന മനസ്സവനില്ല. വഴിതെറ്റിപ്പോയ ആ മകനോട് യാതൊരു സ്നേഹവുമില്ല. അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ കാലത്തെ ക്രിസ്ത്യാനികളിൽ വന്നിരിക്കുന്നതായ കുഴപ്പം. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറയുന്നു, നാം ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നു. എന്നാൽ ക്രിസ്തുവിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ക്രിസ്തു യേശുവിന്റെ മനസ്സുള്ളവർ ആയിരിക്കുക എന്ന് വചനം പറയുന്നു. ഒരു സിറ്റുവേഷനിലൂടെ നീ കടന്നു പോകുന്ന സമയത്ത് ഈ സിറ്റുവേഷനിൽ യേശു ക്രിസ്തു ആയിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? അത് തന്നെ ഞാനും ചെയ്യുമെന്ന് തീരുമാനിക്കണം. നിന്നെ അടിക്കുന്നതായ സമയത്ത്, നിന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് കർത്താവ് എന്തു ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ, ഞാൻ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യാൻ അവൻ പറയുമ്പോൾ, കർത്താവ് അത് തന്നെ ചെയ്യാൻ സഹായിക്കണം. എന്താണ് ചെയ്യേണ്ടത്? മറുചെകിട് കാണിച്ചു കൊടുക്കണം. ഇനിയും എന്തെങ്കിലും സംസാരിച്ചാൽ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ വായ് തുറക്കാതെയിരിക്കണം. എന്നാൽ ഈ കാലത്ത് ദൈവമക്കളാണെന്ന് പറയുകയും നമ്മുടെ ഇഷ്ടമുള്ളതുപോലെ നാം ജീവിക്കുകയും ചെയ്യുന്നു. നമ്മളും കോടതിയിൽ കേസ് കൊടുക്കുന്നു, നമ്മളും പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, നമ്മളും വഴക്കുണ്ടാക്കുന്നു, തല്ലുകൂടുന്നു, ചീത്ത വിളിക്കുന്നു, സമാധാനപ്പെടുന്നില്ല, ക്ഷമ കൊടുക്കുന്നില്ല. ശത്രുവിനോട് ക്ഷമിക്കുവാൻ പറഞ്ഞു, ശത്രുവിനെ സഹായിക്കുവാൻ പറഞ്ഞു, ശത്രുവിനെ സ്നേഹിക്കുവാൻ പറഞ്ഞു. എത്ര ആളുകൾക്ക് അങ്ങനെയുള്ളതായ മനസ്സുണ്ട്? ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. ക്ഷമിക്കുവാനുള്ളതായ മനസ്സുണ്ടായിരിക്കണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞതുകൊണ്ട് മതിയാകുന്നില്ല. ഞാനവന്റെ കൽപ്പനയെല്ലാം അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. കൽപ്പന അനുസരിക്കുന്നെന്ന് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു യൗവനക്കാരൻ കർത്താവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിട്ട് ചോദിക്കുന്നു, കർത്താവ് നിത്യജീവന് അവകാശമാകുവാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ കർത്താവ് പറഞ്ഞു, മാതാപിതാക്കളെ സ്നേഹിക്കുക, മോഷണം ചെയ്യരുത്. അങ്ങനെ ചില കൽപ്പനകൾ പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം പാലിച്ചു വരികയാണ്. കർത്താവ് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, ഒരു കുറവ് നിന്നിലുണ്ട്. നീ ആജ്ഞകൾ അനുസരിക്കുന്നുണ്ട്, എന്നാൽ പണത്തെ സ്നേഹിക്കുന്നു. വന്നിട്ട് അനുഗമിക്കൂ എന്ന് അവൻ പറഞ്ഞു. നിന്റെ സ്വത്തെല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ടെന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, സ്വർഗത്തിലേക്ക് ഞാൻ പോകും, എൻ്റെ പണവും സ്വർഗത്തിൽ എന്നെ അനുഗമിക്കുമെന്ന് അവൻ പറഞ്ഞു. എല്ലാം ദരിദ്രർക്ക് കൊടുക്കുക. ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന അവർക്ക് സ്വർഗത്തിൽ നിക്ഷേപം വളരുകയാണ്. നീ സ്വർഗത്തിലേക്ക് വരും, നിന്റെ പണവും അവിടേക്ക് വരുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? എന്താണ് അവൻ ചെയ്തത്? ഈ മൂത്ത മകനെ പോലെ അവനും എന്താണ് ചെയ്തത്? മുഖം എങ്ങനെയാണ് അവൻ വെച്ചതപ്പോൾ? അവന്റെ മുഖത്ത് ദേഷ്യം വന്നു. അവൻ മുഖം കറുപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് കടന്നുപോയി. പിന്നെ അവന്റെ കാര്യം പറയുന്നില്ല. അവൻ എവിടെ പോയെന്നും അറിയാൻ കഴിയില്ല. ഇവിടെ മൂത്തപുത്രൻ പിതാവിനോട് കോപിക്കുവാനിടയായി. അനുജൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവന്റെ സ്വത്ത് അവൻ വാങ്ങിച്ചു കൊണ്ടുപോയി നശിപ്പിച്ചു. നിനക്കെന്താണ് പ്രശ്നം? നിനക്ക് കഴിയുമെങ്കിൽ അവനോട് മിണ്ടുക, അല്ലെങ്കിൽ അവനെ വിട്ടുകളയുക. പിന്നെ എന്താണ് പ്രശ്നം? ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വേശ്യകളോടൊപ്പം പോയി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോൾ ഇവൻ തിന്നുകയില്ലേ? ഇവൻ തിന്നത്തില്ലേ? അവൻ മാത്രമാണ് തിന്നുന്നത്. എന്താണ്? അവിടെയുള്ള പശുക്കൾക്കും അവിടെയുള്ളതായ ജോലിക്കാർക്കും എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാനുള്ള സമൃദ്ധിയായ ആഹാരം അവിടെ ഉണ്ടായിരുന്നു. ശ്രേഷ്ഠമായ വിരുന്നൊരുക്കാനിടയായി.
അവൻ ഒരുവിനു വേണ്ടി മാത്രമാണോ അവിടെ ആഹാരം പാകം ചെയ്തത്? അകത്തു ചെന്നാൽ നിനക്കും കഴിക്കാമല്ലോ. ഈ നിന്റെ മകൻ വന്നപ്പോൾ നോക്കൂ, ഇവിടെ ചെറിയ ചെറിയ പ്രശ്നമാണ് പറയുന്നത്. നിങ്ങളുടെ അമ്മ വന്നപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു സ്ത്രീ പരാതിപ്പെട്ടു. അദ്ദേഹം വന്നപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ അമ്മ വന്നപ്പോൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണമോ? ബിരിയാണി എന്താണ്? എല്ലാ ദിവസവും നിനക്ക് ബിരിയാണി ഉണ്ടാക്കി തരുന്നല്ലോ. അമ്മയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്താൽ തെറ്റാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ ഭാര്യയ്ക്കും അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയത്തില്ലേ? ഭാര്യയുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന പോലെ ഭർത്താവിനും അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയില്ലേ? അതെന്താണ് വ്യത്യാസം പറയുന്നത്? നീയും ഞാനും എന്നൊക്കെ വേർതിരിവ് അവിടെ കാണിക്കുന്നത് അത് പാടില്ല. നീയും ഞാനുമല്ല ഉള്ളത്, നമ്മളാണ്. വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്റേതും നിന്റേതും എന്ന് പറയാൻ പാടില്ല. എന്റെ പണം നിന്റെ പണം എന്നൊന്നും പറയുവാൻ പാടില്ല. എന്താണ്? പങ്കുകച്ചവടമാണോ? ബിസിനസ് പാർട്ട്നേഴ്സാണോ നിങ്ങൾ? ഇവിടെ രണ്ടുപേരും അധ്വാനിക്കുന്ന സമയത്ത് എന്റെ പണം നിന്റെ പണമെന്ന് എന്താണ്? അവർ രണ്ടുപേരും ഒരു ശരീരം ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരു ശരീരമാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം ഒന്നല്ലേ? നിങ്ങളുടെ പണം ഒന്നല്ലേ? ചില ഗ്രാമപ്രദേശങ്ങൾ ദൈവദാസൻ ഇങ്ങനെ വിവാഹ സമയത്ത് പറയാനിടയാകും, ഇന്നു മുതൽ നിങ്ങളുടെ സ്വത്തിന്റെ പകുതി ഭാഗം ഭാര്യയ്ക്കാണെന്ന് വ്യക്തമായിട്ട് പറയാനിടയാകും. ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നു ചേരുകയല്ലേ? ദൈവം ഒരുമിപ്പിച്ച ആളുകളെ മനുഷ്യൻ വേർതിരിക്കുവാൻ പാടില്ല. നമ്മുടെ ശരീരം രണ്ടാണെങ്കിലും മനസ്സെപ്പോഴും ഒരുമയുള്ളവരായിരിക്കണം, ഐക്യതയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ കൂടുതലായി ഭാര്യ ഭർത്താക്കന്മാർ വിവാഹമോചനം ചെയ്യുകയില്ല. ഒരു കുടുംബത്തിൽ തന്നെ താമസിക്കുമെങ്കിലും വേഗത്തിൽ വേർപിരിയില്ല. പരസ്പരം നീരസത്തോടെയായിരിക്കും. വന്ന് കഴിക്കൂ എന്ന് പറയും. വന്നോ? എപ്പോഴാണ് വന്നത്? അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ മാത്രം. മണിക്കൂറുകൾ ഫോണിൽ സംസാരിക്കും, മണിക്കൂറുകൾ കൂട്ടുകാരോട് ഓഫീസിൽ സംസാരിക്കും. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരോട് സംസാരിക്കുന്ന വാക്കുകൾ എണ്ണി നോക്കുകയാണെങ്കിൽ എത്രയുണ്ടായിരിക്കും അത്? ഒരു ദിവസം 24 മണിക്കൂറിൽ 10 മിനിറ്റെങ്കിലും സംസാരിക്കാറുണ്ടോ നിങ്ങൾ? സമയമില്ലെന്നാണ്. ആവശ്യമില്ലാത്തവരുമായി കൂട്ടുകൂടാൻ മണിക്കൂറുകൾ സമയമുണ്ട്. പാപം മനുഷ്യനെ വേർതിരിക്കുന്നു, സ്നേഹം മനുഷ്യനെ ഒരുമിപ്പിക്കുന്നു. അഹങ്കാരമുള്ളവർ ചേരുകയില്ല, അടുത്തടുത്താണെങ്കിലും അവർ ഒരുമിക്കില്ല. എന്നാൽ സ്നേഹമുള്ള ഹൃദയങ്ങൾ ഒരുമിക്കാനിടയാകും. ക്രിസ്തുവിന്റെ സ്നേഹമുള്ള ആളുകൾ വേഗത്തിൽ ഒരുമിക്കാനിടയാകും. അവർ വേഗത്തിൽ ക്ഷമിക്കുവാൻ ഇടയാകും. മറ്റുള്ളവരുടെ നന്മയിൽ അവർ സന്തോഷിക്കും. അനുജൻ വന്നതറിഞ്ഞ് സന്തോഷിക്കണം. അവൻ വഴിതെറ്റിപ്പോയവൻ ആയിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. അനുജനെ ഓർത്ത് സന്തോഷിച്ചില്ലെങ്കിലും പിതാവിനെ ഓർത്തെങ്കിലും സന്തോഷിക്കണം. അനുജനോട് കോപമാണെങ്കിൽ പോട്ടെ, പിതാവ് സന്തോഷത്തോടെ ആയിരിക്കുന്നല്ലോ, ആ സന്തോഷത്തെ ഞാൻ നശിപ്പിക്കാൻ പാടില്ല. യഥാർത്ഥമായി നീ പിതാവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പിതാവിനെ കണ്ടുകൊണ്ട് അനുജനോട് ക്ഷമിക്കണം. അതുമില്ല ഇതുമില്ല ഇന്ന് മനുഷ്യന്. അടുത്ത വാക്യം എന്താണ് നോക്കുക. എന്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരുന്നുവല്ലോ. നീ എന്നോടൊപ്പം തന്നെയല്ലേടാ ഉള്ളത്. ഇവനായിരുന്നുവെങ്കിൽ 2 വർഷക്കാലം നമ്മൾ കഴിച്ചിരുന്ന ആഹാരം ഒന്നും ഇവന് കിട്ടിയിരുന്നില്ല. നമ്മൾ സന്തോഷിച്ചതുപോലെ ഇവനൊരു സന്തോഷവും ലഭിച്ചിരുന്നില്ല. ഈ കാലത്ത് നമ്മൾ എത്രയോ തവണ ആനന്ദിച്ച് ചിരിച്ചിട്ടുണ്ട്, എത്രയോ തവണ ഒരുമിച്ച് സന്തോഷിച്ചു, എത്രയോ ശ്രേഷ്ഠമായ വിരുന്നുകൾ ഒരുക്കിയിരുന്നു, എത്രയോ സ്ഥലങ്ങളിൽ ഒരുമിച്ച് സന്തോഷിച്ചിരുന്നു. നാം ഈ വിശാലമായ ഭവനത്തിൽ എത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു നാം ആയിരുന്നത്. എന്നാൽ ഇവൻ ഇതൊന്നും ലഭിക്കാതെ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അവൻ തിരിച്ചു വന്നു. എന്നാൽ 2 വർഷക്കാലം അവന്റെ ജീവിതത്തിൽ നഷ്ടമായതായ ആ സന്തോഷവും ആ മാധുര്യവും ആ ആനന്ദവും ആ അനുഗ്രഹമൊക്കെ അവന് തിരിച്ചു കിട്ടുമോ? നീ എപ്പോഴും എന്നോട് കൂടെയായിരുന്നുവല്ലോ മോനെ. അത് കഴിഞ്ഞ് പറയുകയാണ്, എനിക്കുള്ളതെല്ലാം നിനക്കാണല്ലോടാ. ഒരാട്ടിൻകുട്ടിയുടെ കാര്യം പറഞ്ഞ് പിണങ്ങുകയാണോടാ പൊട്ട? ഒരാട്ടിൻകുട്ടിയുടെ കാര്യം പറഞ്ഞ് പിണങ്ങുകയാണ്. എന്റെ സമ്പത്തെല്ലാം നിനക്കല്ലേടാ മോനെ. സ്വത്ത് 3 ഭാഗമായി വിഭാഗിച്ച് അവനൊരു ഭാഗം കൊടുത്ത് അയച്ചിട്ട് അടുത്ത 2 ഭാഗവും നിന്റെ കയ്യിലല്ലേടാ മോനെ. എന്റെ ഭാഗവും നിനക്കല്ലേടാ ഉള്ളത്. എനിക്കുള്ളതെല്ലാം നിനക്കല്ലേ. നാം പറയും നമ്മുടേതെല്ലാം യേശുവിനാണെന്ന്. യേശു പറയും യേശുവിൻ്റെതെല്ലാം നമുക്കാണെന്ന്. നിനക്കുള്ളതെല്ലാം ഒരു ലിസ്റ്റിൽ എഴുതുക. എന്താണ് ലിസ്റ്റിൽ എഴുതുക? നിനക്കുള്ളതെല്ലാം ഒരു ലിസ്റ്റിൽ എഴുതുകയാണെങ്കിൽ 1 കോടി രൂപ വിലയുണ്ടായിരിക്കുമോ? അതോ 1 കോടി രൂപയുടെ കടമായിരിക്കുമോ ബാക്കി?
അവനുള്ളത് എന്താണ്? സ്വർണം എനിക്കുള്ളത്, വെള്ളി എനിക്കുള്ളത്, സർവ്വ മൃഗങ്ങളും സമ്പത്തും എനിക്കുള്ളത്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എനിക്കാണ്. അവൻ നിന്റെ കൂടെയുള്ളപ്പോൾ കർത്താവേ എനിക്ക് ഒരു 10 രൂപ തന്നില്ലോ എന്ന് പറഞ്ഞ് നീ കരയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണോ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിച്ചപ്പോൾ എനിക്കൊരു 1/2 ഗ്രാം സ്വർണം പോലും തന്നിരിക്കുന്നു പറഞ്ഞ ഒരു കുട്ടി കരയുന്നു. സ്കൂളിൽ എല്ലാ കുട്ടികളും സ്വർണ്ണക്കമ്മൽ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ഞാനാണെങ്കിൽ റോഡ് ഗോൾഡ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. ദൈവം ഒരു സ്വർണ്ണക്കമ്മൽ തന്നില്ലെന്ന് പറഞ്ഞ് കരയുകയാണ്. ഇപ്പോൾ ചെവി തന്നതിന് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? കർത്താവ് നിങ്ങൾക്ക് കാതുകൾ തന്നല്ലോ. ഒരു ഹാർമോണിയത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഹാർമോണിയത്തിൽ 7 കീകൾ കാണുവാൻ കഴിയും. ഒരു പിയാനോയിൽ 77 കീകൾ കാണും. നമ്മുടെ ചെവികളിൽ ശ്രേഷ്ഠമായ സംഗീത നിർഭരമായ ശബ്ദം കേൾക്കുവാൻ കഴിയുന്ന കീകളുണ്ട്. അതുകൊണ്ടാണ് സ്റ്റീരിയോ ഒക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. അത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. കർത്താവ് ഇത്ര മഹത്വമായി നമ്മളെ സൃഷ്ടിച്ചതിനെ ഓർത്ത് നാം സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതുമില്ലാത്ത എത്ര പേരുണ്ട്? ആക്സിഡന്റിൽ ഒരാൾക്ക് ചെവി നഷ്ടപ്പെടാനിടയായി. ഒരുവന്റെ ചെവി മുറിച്ചു കളഞ്ഞ സമയത്ത് യേശു ക്രിസ്തു അത് ഒട്ടിച്ചു കൊടുത്തു. അന്ന് ഒരു സർജറിയും ആവശ്യമായി വന്നില്ല. ഇന്ന് അങ്ങനെയല്ലല്ലോ. ആക്സിഡന്റിൽ നഷ്ടപ്പെട്ട ചെവിയുമായിട്ട് ഡോക്ടറിന്റെ അടുക്കൽ ചെന്നപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അത് ശരിയാക്കിയിട്ട് 1 ലക്ഷം രൂപ ബില്ലും വാങ്ങിക്കാനിടയായി. ചെവിയുടെ പുറത്തുള്ള ഭാഗം മാത്രമാണ്, അകത്തുള്ളതായ ആ എഞ്ചിനല്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയുണ്ട്? 2 ലക്ഷം ചെവികളുണ്ട്. എന്താണ് ഇപ്പോഴുള്ള മെക്കാനിസം? എന്താണെന്ന് വെച്ചാൽ ആ മെഷീനിൽ ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചിട്ട് കേൾക്കുവാൻ ഇടയാകുന്നുണ്ട്. എന്നാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ കേൾക്കുന്നു. ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ദൈവം നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് പറയുന്നത്? ആട്ടിൻകുട്ടിയെ കിട്ടാത്തത് കൊണ്ട്, ആട്ടിൻകുട്ടിയെ കൊടുക്കാത്തത് കൊണ്ട് പരാതിപ്പെടുകയാണ് ചെയ്യുന്നത്. പിതാവിനോട് അപ്പാ ഒരു ആട്ടിൻകുട്ടി എനിക്ക് തരുമെന്ന് ചോദിച്ചാൽ കൊടുക്കില്ലേ? 4 എണ്ണത്തിനെ കൊണ്ടുപോകൂ. അത്ര നല്ല മനസ്സുള്ള ഒരു പിതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മുടിയനായ പുത്രനെ പോലും തിരിച്ചുവിടുവാൻ ഇടയായില്ല. അപ്പോൾ മൂത്തപുത്രൻ ചോദിച്ചാൽ കൊടുക്കില്ലേ? എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് ചോദിക്കുന്നത് നാണക്കേടാണ്. ചോദിക്കാതെ തന്നെ എടുക്കും. ചോദിച്ചാൽ തരില്ല എന്ന് വിചാരിച്ചാണ് എടുത്തതെന്ന് ഒരുവൻ പറയാനിടയായി. ഇതാണിന്ന് നടക്കുന്നത്. ഭർത്താവിൻ്റെ അടുക്കൽ പണം വേണമെങ്കിൽ ചോദിച്ചു വാങ്ങുക. എന്തിനാണ് പോക്കറ്റിൽ നിന്ന് പണം എടുക്കുന്നത്? എപ്പോഴാണ് അദ്ദേഹം ബാത്റൂമിലേക്ക് പോകുന്നതെന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് സുരക്ഷിത സ്ഥാനം. വീട്ടിലുള്ള ഭാര്യമാർക്കും അതൊരു സേഫ്റ്റി പ്ലേസ് ആണ്. അകത്ത് കയറിയവർ ഒരു 10 മിനിറ്റ് കഴിയാതെ വെളിയിൽ വരില്ല. പെട്ടെന്ന് പണം എടുക്കാനിടയാകും. വീട്ടുകാരത്തി മുഴുവൻ എടുക്കുകയില്ല, അതിൽ നിന്ന് കുറച്ചേ എടുക്കുകയുള്ളൂ. ഒരു 100, 50, 10 ആയിരിക്കും എടുക്കുന്നത്. ഭർത്താവ് വന്നിട്ട് അത് എണ്ണി നോക്കാനിടയാകും. എന്നിട്ട് ഭർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ പോക്കറ്റിൽ വെച്ച പൈസ കുറവായിട്ട് കാണുന്നു, നീ കാശ് വല്ലതും എടുത്തോ? ഏയ്, ഞാൻ എടുത്തില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ എടുക്കുകയില്ല. കാപ്പി കുടിച്ചാട്ടെ. എനിക്കൊരു 10 രൂപ വേണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് പോകണം. നിങ്ങൾ ഭർത്താവിനോട് ചോദിക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ചില ഭാര്യമാരുടെ പണം മോഷ്ടിക്കുന്ന ചില ഭർത്താക്കന്മാരുമുണ്ട്. ആ ദൈവദാസിയുടെ പേഴ്സിൽ എപ്പോഴും പണം ഉണ്ടായിരിക്കാനിടയാകും. പാസ്റ്ററുടെ പേഴ്സ് കാലിയായി പോയാലും ഭാര്യമാർ എന്താണ് ജ്ഞാനമുള്ളവരാണല്ലോ. എപ്പോഴും 1ാമത്തെ സിബിലോ 2ാമത്തെ സിബിലോ. പണ്ടുകാലത്ത് അരിപ്പാട്ടയിലായിരുന്നു പണം സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ? എന്തുകൊണ്ടാണ് ഈ ഭേദങ്ങൾ? കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിതാവിനോടൊപ്പം താമസിക്കുന്നവൻ തന്നെ പിതാവിനെ കുറ്റം വിധിക്കുന്നു. പിതാവിനോടൊപ്പം താമസിക്കുന്നവൻ തന്നെ പിതാവിനോടൊപ്പം സന്തോഷിക്കുന്നില്ല, ആനന്ദിക്കുന്നില്ല, ഐക്യതപ്പെടുന്നതും ഇല്ല. പിതാവിനോട് എത്ര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. എൻ്റേതെല്ലാം നിന്റേതാണ്, എൻ്റേതെല്ലാം നിനക്കുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാരേക്കുമ്പോൾ 2 പേരും ഒന്നാണ്. ദൈവം പറയുകയാണ്, എൻ്റേതെല്ലാം നിന്റേതാണ്, നിന്റേതെല്ലാം എൻ്റേതാണ്. നമ്മുടെ സ്വത്ത് സകലതും കൊടുത്താലൊന്നും അതിന് തുല്യമാവുകയേയില്ല. അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ, നമുക്ക് വിസ ലഭിക്കണമെങ്കിൽ ചില ഡോക്യുമെന്റ്സ് ഒക്കെ നാം കാണിക്കേണ്ടതുണ്ട്. ഒരുവൻ അങ്ങനെയുള്ള സമയത്ത് അവിടെ എനിക്ക് നല്ലൊരു വീടുണ്ട്, ഇവിടെ കുറച്ച് വസ്തുവുണ്ട്, അതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തുകൊണ്ട് ചെല്ലുവാൻ ഇടയായി. ഇവിടെ എന്തൊക്കെ സ്വത്തുണ്ട്, നിനക്ക് പോയിട്ട് തിരിച്ചു വരുമോ എന്ന് ചോദിച്ച സമയത്ത് ഇതാ എൻ്റെ ആസ്തി എന്ന് പറഞ്ഞു കൊടുത്തു. ആ പേപ്പർ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. നീ തിരിച്ചു പോകൂ, ഇതൊന്നും നോക്കുമ്പോൾ ഇതെല്ലാം വെറും ചില്ലറകൾ മാത്രമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ സ്വത്ത് വെച്ച് നിനക്ക് അനുവദിക്കത്തില്ല, വിസ തരില്ല, പോകുമെന്ന് പറഞ്ഞു. എന്താണ്? കർത്താവിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ നാം കർത്താവെ നിനക്ക് വേണ്ടി ഞാൻ 1 ലക്ഷം രൂപ സമ്പാദിച്ചിട്ടുണ്ട്, ഇതുവരെ ഞാനതെല്ലാം കണക്കുകൂട്ടി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ രീതി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എവിടെ ദൈവത്തിന് കൊടുത്തെല്ലാം കണക്കുകൂട്ടി വെച്ചിട്ട് സാക്ഷ്യം പറയുക. ഞാൻ ഇന്നുവരെയും 1,25,000 രൂപയും 32 പൈസയും ദൈവത്തിന് കൊടുത്തു എന്ന് കണക്കൂട്ടി പറയുമോ? വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയുവാൻ പാടില്ല.
ദൈവത്തിന്റെ അടുക്കൽ കണക്ക് പറയുവാൻ നിന്റെ കണക്ക് എങ്ങനെയുള്ളതാണ്? ദൈവത്തിന്റെ കണക്ക് എന്താണ്? നീ കൊടുക്കുന്നതിന്റെ എത്ര ഇരട്ടിയാണ്? സ്വർഗത്തിലും ഭൂമിയിലും എത്ര ഇരട്ടിയാണ്? 100 ഇരട്ടി പ്രതിഫലമെന്നാണ്. 100 ഇരട്ടി എന്ന് പറയുമ്പോൾ 100 ഗുണം 100. എൻ്റെതെല്ലാം നിന്റേതാണെന്ന് പറഞ്ഞു. എൻ്റെ പണമെല്ലാം നിന്റേതാണ്. അകത്തേക്ക് വരാൻ വേണ്ടി അപേക്ഷിച്ചു. അവൻ അകത്തേക്ക് വന്നോ? നോക്കുക, നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകെട്ടിയിരിക്കുന്നു. അപ്പോൾ മൂത്ത മകൻ ഭവനത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഉള്ളത്. അവൻ കടന്നു വന്നില്ല, അവൻ അകത്തേക്ക് വന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഇങ്ങനെയുള്ളവർ സ്വർഗത്തിൽ കടക്കില്ല, ദൈവരാജ്യത്തിൽ കടക്കില്ല. വിശ്വാസി ആയിരിക്കാം, ഭക്തൻ ആയിരിക്കാം, കർത്താവിനെ അറിയുന്നുവെന്ന് പറഞ്ഞേക്കാം, സ്നാനപ്പെട്ടവനാണെന്ന് പറഞ്ഞേക്കാം. നിന്റെ മനസ്സ് മാറുന്നില്ല എങ്കിൽ, നിന്റെ ജീവിതം മാറുന്നില്ല എങ്കിൽ, സ്നേഹം നിന്നിൽ ഇല്ല എങ്കിൽ, ക്രിസ്തീയ ഭക്തി അടിയിൽ നിന്നാണ് വരേണ്ടത്. അടിസ്ഥാനമുണ്ടായിരിക്കണം. പുറമേയുള്ളതായ ഭക്തിയല്ല, അകത്തുനിന്ന് വരേണ്ടതായ ഒരു വിശ്വാസമാണ്, ഭക്തിയാണ്. വാക്കുകളിൽ മാത്രം നമ്മുടെ ഭക്തി ഒതുങ്ങിപ്പോകരുത്. ആ പിതാവിൻ്റെ വാക്കിനെ നമുക്കനുസരിക്കാം. പിതാവിൻ്റെ വചനത്തെയും പിതാവിൻ്റെ സ്നേഹവും മറ്റുള്ളവർക്ക് പകരാം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കണമേ കർത്താവേ. ദുഷ്ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് കളയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭക്തിയില്ലാത്തതായ ചിന്തകളെ വിട്ടുകളയണമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. ഞങ്ങളുടെ സ്വന്തം ആലോചനകളെല്ലാം വിട്ടിട്ട് നിന്റെ ഹിതം ചെയ്യുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ വചനം കേട്ടാൽ അത് ഭൂമിയിൽ ശ്രേഷ്ഠമായ ഭക്ഷണം ആകുന്നു. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ശ്രേഷ്ഠമായ സ്വർഗീയ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് നൽകാമെന്ന് കർത്താവ് പറയുന്നു. നിന്റെ വചനം കേൾക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ലാഭമാണ്? നിന്നെ സേവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഭാഗ്യമാണ്? നിന്നോടുകൂടെ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് എത്ര ഉപകാരമാണ് എന്നുള്ളതായ ചിന്തകൾ, ആ മൂത്ത പുത്രന്റെ ചിന്തകൾ ഞങ്ങളിൽ വരാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുറ്റപ്പെടുത്തുന്ന, പിറുപിറുക്കുന്ന മനസ്സ് മാറ്റിയെടുക്കണമേ. മറ്റുള്ളവരോടൊപ്പം ഞങ്ങളെ താരതമ്യം ചെയ്യുന്ന മനസ്സിനെ എടുത്തു കളയണമേ. വേർതിരിവ് കാണിക്കുന്ന എല്ലാ മനസ്സിനെയും നീ മാറ്റണമേ. കുടുംബത്തെയെല്ലാം ഐക്യതയിൽ കൊണ്ടുവരണമേ ദൈവമേ. ഏതു കുടുംബത്തിലാണോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നത ഉള്ളത്, അങ്ങനെയുള്ള കുടുംബത്തെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഐക്യത ഉണ്ടാകുമാറാകട്ടെ. പരസ്പരം ജീവിതത്തിൽ വഞ്ചന ചെയ്തുകൊണ്ട്, പരസ്പരം അനീതി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീക്കണമേ ദൈവമേ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഐക്യതയോടെ, സ്നേഹത്തോടെ പരസ്പരം കുറ്റങ്ങൾ ഏറ്റുപറയുവാൻ സഹായിക്കണമേ. ഒറ്റ മനസ്സോടുകൂടി, ക്രിസ്തുവിന്റെ മനസ്സോടുകൂടി കൂട്ടിയോജിക്കുവാൻ സഹായിക്കണമേ. സഹോദരന്മാരുടെ ഇടയിൽ കലഹങ്ങൾ കൊണ്ടുവരുന്ന പിശാചിന്റെ പദ്ധതികളെ അഴിച്ചു കളയണമേ ദൈവമേ. ഏതു സഹോദരങ്ങൾ തമ്മിലാണ് അസൂയയും കലഹവും ഉണ്ടായിരിക്കുന്നത്, വസ്തു തർക്കം ഉണ്ടായിരിക്കുന്നത്, കോപം ഉണ്ടായിരിക്കുന്നത്, അങ്ങനെയുള്ള സഹോദരന്മാരുടെ നടുവിൽ ഐക്യത ഉണ്ടാക്കണമേ ദൈവമേ. സ്നേഹം കൊടുക്കണമേ. സഹോദരിമാരുടെ നടുവിൽ സ്നേഹം കൊടുക്കണമേ. കുടുംബമായിട്ട് ഐക്യതയോടുകൂടി ജീവിക്കുവാൻ നീ സഹായിക്കണമേ ദൈവമേ. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ വർദ്ധിച്ചു വരേണ്ടതിന് ക്രിസ്തേശുവിന്റെ മനസ്സുള്ളവരായി തീരുവാൻ, അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം
രാജാവെന്നും യേശുവേ 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 യേശുവേ